നമുക്കൊരു സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കുറച്ച് കുരുമുളക് പൊടി, പെരുംജീരകം, നല്ല ജീരകം, വലിയ ജീരകം, നല്ല ജീരകം അത് കുറച്ച് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ചിക്കൻ കറിക്ക് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാം ഓരോരുത്തരുടെ കറിയുടെ അനുസരിച്ച് എടുക്കുക. കുക്കർ വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. അതിലേക്ക് ആവശ്യമുള്ളത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി. ഇത് ആവശ്യത്തിന് നമ്മുടെ കറിക്ക് അനുസരിച്ചിട്ട് എടുക്കുക. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് സവാള ഏകദേശം ഒരു 5 സവാള ഉണ്ട്, മീഡിയം ടൈപ്പ്. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളൊക്കെ അതിലേക്ക് ചേർക്കുക. ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക്, ജീരകത്തിൻ്റെ മിക്സ് ചേർക്കുക. ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും സവാളയും തക്കാളിയും എല്ലാം ചേർക്കും. കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു വിസിലിന് വേവിച്ചെടുക്കുക. ചിക്കൻ ഇടാണ്ട് മസാല മാത്രം നമ്മൾ ഒരു 8 വിസിലിന് വേവിച്ചെടുക്കണം. മസാല നല്ലതുപോലെ വെന്തതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക, കുക്കറിലേക്ക്. അപ്പോൾ ചിക്കനിൽ നമ്മൾ ഉപ്പ് ഇട്ടുകൊണ്ടിട്ട് കറിയിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് പഞ്ചസാര, ഉപ്പും മധുരവും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളത് ചേർത്ത് കൊടുക്കണം. പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് ഒറ്റ വിസിലിനെ വേവിച്ചെടുക്കുക. ഒറ്റ വിസിലിന് കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഈസിയായ ചിക്കൻ കറി റെഡി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.